ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് എന്ത് മിറാക്കിളാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ഉടനെ സംഭവിക്കാൻ പോകുന്നത്? ഓക്കെ. ഡെഫിനിറ്റ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇത്ര നാളായിട്ടും ഒരു സെപ്പറേഷൻ അനുഭവിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മിറാക്കിൾ ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് സംഭവിക്കും, ഉടനെ തന്നെ സംഭവിക്കും എന്നുള്ളതിൻ്റെ വളരെ പോസിറ്റീവായിട്ടൊരു കാർഡാണ് ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുള്ളത്. 8 of Wands ആണ്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ അരികിലേക്ക് വരാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും അവർ ഇത്ര നാളും നിങ്ങളെ കാണാതിരിക്കുന്നതിൽ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മേ ബി കുറച്ച് പേർക്കെങ്കിലും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ നേരിട്ട് കാണാൻ ആഗ്രഹിക്കുന്നു, അതുപോലെ അല്ലെങ്കിൽ അവർ നിങ്ങൾക്കൊരു കോളോ മെസ്സേജോ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാവുന്നത്. യെസ്, അത്രമാത്രം ആ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് സങ്കടപ്പെട്ടിട്ടിരുന്നു. അതുപോലെ തന്നെ അവർക്ക് നിങ്ങളെ കാണാൻ കഴിയാത്തൊരു സാഹചര്യമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആയിരിക്കാം. അത് കാരണമായിരിക്കാം നിങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റ് വരാൻ പറ്റാത്തൊരു സാഹചര്യം. അതിലെല്ലാം ആ വ്യക്തി ഒത്തിരി വൂണ്ടഡ് ആണ്, അത്രയും ഒരു ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷനിലായിരുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. യെസ്, അതുകൊണ്ട് തന്നെ അവർ ആ ഒരു സ്റ്റെപ്പ് എടുക്കുകയാണ്, ആ ഒരു ആക്ഷൻ എടുക്കുകയാണ്. ആ ഒരു കാര്യം അത് അവരുടെ മനസ്സിൽ അവരൊരുപാട് ഉറച്ച തീരുമാനത്തിലായിട്ട് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അത്രയധികം സന്തോഷം അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. യെസ്, മേ ബി ഇതിനുള്ള തടസ്സം എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് ആയിരുന്നിരിക്കാം, അല്ലെങ്കിൽ മറ്റു വ്യക്തികളുടെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഇന്റർഫിയറൻസ് ആയിരുന്നിരിക്കാം. ഈ വ്യക്തിക്ക് നിങ്ങളുടെ അരികിലേക്ക് വരാൻ കഴിയാത്തതായിരുന്നിരിക്കാം. പക്ഷെ ആ വ്യക്തി അവരുടെ മനസ്സുകൊണ്ട് എപ്പോഴും നിങ്ങളെ മാത്രമാണ് അത്രയധികം ആഗ്രഹിച്ചിരുന്നതും, നിങ്ങളെയാണ് അവരുടെ ലൈഫിലേക്ക് അവരുടെ പങ്കാളിയായിട്ട് അവർ ഡ്രീം ചെയ്തിരുന്നതും എന്ന് കാണുന്നുണ്ട്. അവരുടെ സാഹചര്യങ്ങൾ മാത്രമാണ് അവരെ ഈ ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തിയിരുന്നത് എന്നത് ഇവിടെ വ്യക്തമാണ്. യെസ്, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ ഒരുപാട് അകലത്തിലായി പോയി. നിങ്ങൾ മാനസികമായിട്ട് തന്നെ ഒരുപാട് അകലങ്ങളിലായി പോയി എന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ഒരു പ്രതീക്ഷ പോലും ഇല്ലാതിരിക്കുന്ന ഒരു സമയത്ത്, തികച്ചും അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കുന്ന ഒരു സമയത്ത് ഈ വ്യക്തി നിങ്ങളുടെ അരികിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം അത്രമാത്രം ഒരു ലോസ് ഫീലിംഗ് ആണ് അവർക്കുള്ളത്. അവർക്ക് നിങ്ങളെ അത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു ഫീലിംഗ് ഉണ്ടായിരിക്കണം. ഓക്കെ. ഓക്കെ, നിങ്ങൾ പോലും വളരെയധികം ഒരു കൺഫ്യൂഷനിലായി പോവുകയാണ്. കാരണം ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമെന്ന് നിങ്ങൾക്ക് യാതൊരു പ്രതീക്ഷയും ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ വ്യക്തി നിങ്ങളുടെ മുന്നിലേക്ക് വന്ന് ചേരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു നിമിഷത്തിൽ നിങ്ങൾ ടോട്ടലി കൺഫ്യൂസ്ഡ് ആയി പോകുന്നു, അത്രമാത്രം സർപ്രൈസ്ഡ് ആയി പോകുന്നു. ആ ഒരു സാഹചര്യം നിങ്ങൾ ഫേസ് ചെയ്യുന്നു. ആ ഒരു മാജിക്കൽ ആയിട്ടുള്ള ഒരു മിറാക്കിൾ സിറ്റുവേഷൻ ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് എന്നാണ് കാണുന്നത്. അത്രമാത്രം ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റിലേക്കാണ് നിങ്ങൾ പോകുന്നത് എന്ന് കാണുന്നുണ്ട്. ഒരു സ്പിരിച്വൽ യൂണിയൻ ആ ഒരു രീതിയിലേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു സ്പിരിച്വൽ കണക്ഷൻ ഇപ്പോൾ കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവാം. നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒത്തിരി മാനസികമായിട്ട് അകന്നിരുന്നു എങ്കിലും ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ആ ഒരു സ്പിരിച്വൽ കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ആ വ്യക്തിയുടെ പ്രസൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അത്രമാത്രം ഒരു കണക്ഷൻ, അത്രമാത്രം ഉള്ള ഒരു സോൾ ബോണ്ടിങ് ഉള്ള റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ. തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ഈ ഒരു സ്റ്റക്നെസ്സിൽ നിന്നും നിങ്ങൾക്കൊരു ഫ്രീഡം ഉണ്ടാവാണ്. നിങ്ങളിൽ പലരും മാനിഫെസ്റ്റ് ചെയ്തിരുന്ന ആ ഒരു കാര്യം, നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളൊരു മെസ്സേജാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു ഒറ്റപ്പെട്ടു പോയ സിറ്റുവേഷൻ, അത്രമാത്രം നിങ്ങൾ കരഞ്ഞിരുന്ന ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് ഒരു അവസരം കൂടി ലഭിക്കുന്നു. അത്രമാത്രമാണ് നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ പവർ ഇവിടെ കാണുന്നത്. നിങ്ങളുടെ ഏകാന്തതയിൽ, നിങ്ങൾ ഒറ്റപ്പെട്ടിരുന്ന കാര്യത്തിൽ, നിങ്ങൾ ഏറ്റവും കൂടുതൽ വിഷമിച്ചിരുന്ന ഒരു കാര്യത്തിനുള്ളൊരു പരിഹാരമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. നിങ്ങൾ എന്താണോ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു നിമിഷത്തിൽ പോലും ആഗ്രഹിക്കുന്നത്, ആ ഒരു കാര്യമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് മാനിഫെസ്റ്റ് ആവുന്നത്. ആ ഒരു അവസരം,
മേ ബി നിങ്ങൾ നിങ്ങളുടെ പേഴ്സണും ആഗ്രഹിച്ചിരുന്നു ഒന്നുകൂടി നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ചേരണമെന്ന്, ആ ഒരു റീയൂണിയൻ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ പേഴ്സണും ആഗ്രഹിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ളൊരു അവസരമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നിച്ച് ചേരേണ്ട വ്യക്തികളാണ് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു സക്സസ് ഉണ്ടാവും. ഇനി മാനിഫെസ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്തോളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഫലം ലഭിക്കും. ഓക്കെ, നത്തിങ് ഈസ് യെറ്റ് സെറ്റ് ഇൻ സ്റ്റോൺ. ഓക്കെ, ഒരിക്കലും ഒരു കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ ആ ഒരു രീതിയിൽ കണ്ടിന്യൂ ചെയ്യില്ല. തീർച്ചയായിട്ടും അതിന് മാറ്റങ്ങൾ സംഭവിക്കും എന്നുള്ളത് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങൾക്കായിട്ട് നൽകുന്ന ഒരു മെസ്സേജ്. ബിലീവ് ഇൻ ദ ഇമ്പോസിബിൾ. യെസ്, ഡെഫിനറ്റ്ലി ഈ ഒരു മെസ്സേജ് ആണ് ഇപ്പോൾ നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ളത്. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കില്ല എന്ന് കരുതിയ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും എന്നുള്ളതാണ് ഇവിടെ വ്യക്തമായിട്ട് നമുക്ക് കിട്ടുന്ന യൂണിവേഴ്സൽ മെസ്സേജ്. ഓക്കെ, അതുകൊണ്ട് ഇമ്പോസിബിൾ ആണ് എന്ന് കരുതുന്ന ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ പോസിബിൾ ആകുന്നു. വർക്ക് ത്രൂ യുവർ ഫിയേഴ്സ്. ഓക്കെ, ഒരിക്കലും ഒരു കാര്യത്തിനെ കുറിച്ചും ഓർത്ത് നിങ്ങൾ ഭയപ്പെടരുത്. നിങ്ങൾ ആ ഒരു രീതിയിൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ലൈഫിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ചിന്തിക്കുക. നെഗറ്റീവായിട്ട് നിങ്ങൾക്ക് തോട്ട്സ് വരുന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. മനസ്സിനെ കൂടുതൽ ശാന്തമാക്കി വെക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. A new romantic cycle begins. Yes, this is the message for you. Okay, ഒരു പുതിയ റൊമാൻറ്റിക് സൈക്കിളാണ്. അല്ലെങ്കിൽ ഇത്രയും നാൾ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ആ ഒരു നെഗറ്റിവിറ്റി നിങ്ങളുടെ ലൈഫിൽ നിന്നും പൂർണ്ണമായി മാറിപ്പോകുന്നുണ്ട്. ഒരു പുതിയ രീതിയിൽ ഈ വ്യക്തി നിങ്ങളുടെ അരികിലേക്ക് തിരികെ വരുന്നുണ്ട്. ആ ഒരു ന്യൂ റൊമാൻറ്റിക് സൈക്കിൾ നിങ്ങൾ തമ്മിൽ ആരംഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കിട്ടിയിട്ടുള്ള മെസ്സേജ്. ഓക്കെ, ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം. ഐ നെവർ ടോൾഡ് അബൌട്ട് മൈ പ്രോബ്ലംസ്. ഓക്കെ, അവർക്ക് ഒരുപാട് പ്രോബ്ലംസ് അവരുടെ ലൈഫിൽ ഓൾറെഡി ഉണ്ടായിട്ടുണ്ട്. അതൊന്നും അവർ നിങ്ങളോട് ഷെയർ ചെയ്തിരുന്നില്ല എന്ന് അവർ നിങ്ങളോട് പറയുന്നു. ആൻഡ് ആർ യു ഹാപ്പി വിതൗട്ട് മീ? ഓക്കെ, അവരിതാണ് നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. അവരില്ലാതെ നിങ്ങൾ ഹാപ്പി ആണോ? ഓക്കെ, ആൻഡ് ഐ കാൺ ലിവ് വിതൗട്ട് യു. ഓക്കെ, കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ടോ? പക്ഷെ എനിക്ക് നിങ്ങളില്ലാണ്ട് പറ്റുന്നില്ല, ലൈഫിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഓക്കെ, ആൻഡ് പ്ലീസ് ഫർഗീവ് മീ, ഐ എം സോറി. ഓക്കെ, അവർ എന്തോ മിസ്റ്റേക്കുകളൊക്കെ നിങ്ങളോട് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ടെല്ലാം അവർ നിങ്ങളോട് സോറി പറയുന്നുണ്ട്. യു മേക്ക് മൈ വേൾഡ് സോ മച്ച് ബ്യൂട്ടിഫുൾ, ഐ ലവ് ബീയിങ് വിത്ത് യു. ഓക്കെ, അവരുടെ ലൈഫിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയത്, ഒരുപാട് മനോഹരമാക്കിയത് നിങ്ങളാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങളോട് ഒരുമിച്ച് ഉണ്ടാവണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്.